ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്നു ജുമൈറ ഒരു നല്ല ഓപ്ഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് സൂഖ് മദീനത്ത് ജുമൈറ, പിന്നെ ഹോട്ടലുകളായ ജുമൈറ അൽ നസീം, ജുമൈറ മിന അൽ സലാം, ജുമൈറ അൽ ഖസർ എന്നീ 5 സ്റ്റാർ ഹോട്ടലുകളുടെ വ്യൂ, പിന്നെ അവരുടെ പ്രൈവറ്റ് ബീച്ച് ഏരിയാസ്, പിന്നെ ബുർജ് അൽ അറബ് ഹോട്ടലിൻ്റെ വ്യൂ, അതുപോലെ ബോട്ടിംഗ് ഏരിയാസ്, പിന്നെ കനാൽ ഏരിയയിലുള്ള റെസ്റ്റോറൻറ്റുകൾ, വളരെ നയനമനോഹരമായ ദുബായിലെ പറുദീസ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും മനോഹരമായ സ്ഥലങ്ങളുടെ ഒരു വ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യമേ പറയട്ടെ, നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിനായി സൂഖ് മദീനത്ത് ജുമൈറയുടെ താഴെ ബേസ്മെൻറ്റിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ആദ്യത്തെ 2 മണിക്കൂർ നമുക്ക് അവിടെ ഫ്രീ പാർക്കിംഗ് ആണ്. പിന്നീടുള്ള ഓരോ മണിക്കൂറിനും 15 ദിറംസ് വെച്ച് നമ്മൾ കൊടുക്കണം. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് 1 സെക്കൻഡ് വൈകിയ പോലും അടുത്ത 1 അവറിൻ്റെ 15 ദിറംസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ സൂഖ് മദീനത്ത് അൽ ജുമൈറ, അതിനുള്ളിൽ ഒരുപാട് ഐറ്റംസ്, എന്താ പറയുക, അവരുടെ പുരാതന ഐറ്റംസ്, പിന്നെ അതുമാതിരി ട്രഡീഷണൽ ഐറ്റംസ്, ഡ്രസ്സുകൾ ഒക്കെ വളരെ മനോഹരമായ സംഭവങ്ങൾ അവിടെ ഉണ്ട്. പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. അവിടെ കൂടുതലും യൂറോപ്യൻ ആൾക്കാരാണ് വരുന്നത്. യൂറോപ്യൻസിൻ്റെ ഒരു ഏരിയയാണത്. കാരണം ഇന്ത്യൻസൊക്കെ വളരെ കുറവാണ് അവിടെ കാണുന്നത്. കൂടുതലും യൂറോപ്യൻസാണ് അവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് മേടിക്കാവുന്ന തരത്തിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാതും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ബർദുബായി സൈഡിലുള്ള അവിടുത്തെ മ്യൂസിയം ആ ഏരിയയിലൊക്കെ ഉള്ള പോലത്തെ ഐറ്റംസ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ നല്ല വിലയുണ്ട്. ഒക്കെ നല്ല ബ്രാൻഡഡ് സംഭവങ്ങളുണ്ട്. എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. കരകൗശല വസ്തുക്കൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയി ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് സൂഖ് മദീനത്ത് അൽ ജുമൈറ. സൂക്കിനുള്ളിലെ കാഴ്ചകളിൽ നിന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ ബാക്കിലുള്ള കനാൽ സൈഡിലുള്ള റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, അങ്ങനെയുള്ള ഏരിയയിലേക്കാണ് നമ്മൾ അടുത്തതായി കിടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങനെ വാക്ക് ചെയ്ത് പോവാം, ബാക്ക് സൈഡിലേക്ക് അങ്ങനെ പോവാം. അപ്പോൾ അത് ആ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അവിടെ ഇല്ല. പക്ഷേ ഫോറിനേഴ്സ്, യൂറോപ്യൻസ് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ അവിടെ ബോട്ടിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് RTA ബോട്ട് സൗകര്യം അവിടെ ഉണ്ട്. മറ്റേ ബർദുബായ് അബ്രയിലൊക്കെ ഉള്ള പോലത്തെ അതിനേക്കാളും കുറച്ച് ഭംഗിയുള്ള ടൈപ്പ് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബോട്ടുകൾ അത് അവിടെ അവൈലബിൾ ആണ്. അധികം എക്സ്പെൻസീവും നല്ല, ചെറിയ പൈസയ്ക്ക് അത് അവൈലബിൾ ആണ്. നമ്മൾ പിന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ബോട്ടിലൊന്നും കയറിയില്ല. പക്ഷേ അത് എൻജോയ് ചെയ്യാൻ ആൾക്കാർക്ക് അവിടെ പറ്റും. കാരണം തണുപ്പ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല കാലാവസ്ഥയും, എന്താ പറയുക, വിൻ്റർ ടൈം ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ നല്ലത് തന്നെ, കുഴപ്പമില്ല. ഒരു ഈവനിങ് ഒരു ആഫ്റ്റർ 5 o'clock എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചൂടൊന്നും അധികമില്ല. കുഴപ്പമില്ല, അടിപൊളി. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആൾക്കാർ എത്തിച്ചേരുന്നത് നൈറ്റോട് കൂടിയിട്ടാണ്. കാരണം ഇപ്പോൾ അവിടെ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഇപ്പോൾ 5 മണി കഴിഞ്ഞു ഓൾറെഡി സമയം. പക്ഷേ എങ്കിലും നല്ല ചൂടാണ്. കണ്ടില്ലേ, നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ എല്ലാ സീറ്റുകളൊക്കെ കാലിയായിട്ട് കിടക്കണം ഹോട്ടൽസിലൊക്കെ. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ള് ജനങ്ങൾ നിറയും.
ഇപ്പോൾ യൂറോപ്യൻസ് കംപ്ലീറ്റ് ബീച്ച് സൈഡിൽ വെയിൽ കൊണ്ട് കിടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊന്നും ആളില്ലാത്തത്. ഇനി ഒരു 6 മണി 7 മണിയൊക്കെ കഴിയുന്നതോടെ അവരൊക്കെ ബീച്ച് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഈ റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും കൂൾ ബാറുകളിലൊക്കെ നിറയും ജനങ്ങൾ. അപ്പോൾ നല്ലൊരു ലൈവ് ഏരിയയാണത്. എല്ലാവരും പോയി കാണണം. കാരണം ഒരുവിധം ഇന്ത്യൻസും ഒരുവിധം ആൾക്കാരൊന്നും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണിത്. കാരണം പല ആൾക്കാരും അത് കാണുമ്പോൾ അതൊരു 5 സ്റ്റാർ ഹോട്ടലാണെന്നുള്ളൊരു മൈൻഡിൽ ആരും അങ്ങോട്ട് അങ്ങനെ പോവില്ല. പക്ഷേ ഇതൊരു നമുക്കെല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതെങ്ങനെ നമുക്കിനി പ്രൈവറ്റ് ബീച്ച് ഏരിയാസൊക്കെ കവർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സൂക്കിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ ആ കഫേ സൈഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യമായി നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് മീന അൽസലാം എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രൈവറ്റ് ബീച്ച് ഏരിയാസ് കവർ ചെയ്യാനുള്ള ഐഡിയ അവിടെയാണുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ അത് ഓൺലൈനിലും ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. സത്യത്തിൽ കാഴ്ചകളുടെ ഒരു പറുദീസയാണ് അവിടെ. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബീച്ച് സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ജുമൈറ മിന അൽ സലാം ഹോട്ടലിൻ്റെ ഏരിയയിൽ നമ്മളെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഏരിയ. സത്യത്തിൽ 5 ഹോട്ടലുകൾ അടങ്ങിയ മദീനത്ത് ജുമൈറ കോംപ്ലക്സ്, അതിനുള്ളിലുള്ള 3 ഹോട്ടലുകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ശരിക്കും 5 ഹോട്ടലുകളുണ്ട് അവിടെ. അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നു ഒറ്റ ഹോട്ടലാണ്. ഈ സൂക്ക് മദീനത്ത് അൽ ജുമൈറ അതിനോട് ചേർന്നിട്ട് ഉള്ള 5 ഹോട്ടലുകളുണ്ട് അവിടെ. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളാണ്. അതിൻ്റെ പ്രൈവറ്റ് ബീച്ച് ഏരിയാസിലേക്കൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കും അവിടുത്തെ ഗസ്റ്റുകൾക്ക് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഒരുപാട് വിദേശികൾ വരുന്ന സ്ഥലമാണ്. ഒരുപാട് ജനങ്ങൾ അവിടെ വന്ന് പോകുന്ന സ്ഥലമാണ്. വലിയ വലിയ സെലിബ്രിറ്റികൾ, ഫിലിം സ്റ്റാർസ് എല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണത്. പിന്നെ ഓരോ സീസണിലും അവിടെ റേറ്റ് ഒക്കെ വേരിയബിളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ സീസണിലും ഓരോ ടൈമിലും ഓരോ ഡേയ്സിലും ഒക്കെ അവിടുത്തെ റേറ്റ് ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഓഫറൊക്കെ നോക്കി പോകുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും നല്ല ഗ്രീനറിയാണ്. ഒരുപാട് മരങ്ങളും ഈന്തപ്പനകളും ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് പൂക്കൾക്കും ഇടയിലൂടെയൊക്കെ നമുക്കിങ്ങനെ പോവാം. അത് വളരെ ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. പിന്നെ കനാലുകൾ, തടാകങ്ങൾ പോലെ ഒക്കെ, അതിൽ ബോട്ടിങ്, അതിൻ്റെ സൈഡിൽ കഫേകൾ, ബാറുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ എത്ര ദൂരം നടന്നു എന്ന് പോലും നമുക്കറിയില്ല. അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണത്. എനിക്ക് തോന്നുന്നു വിൻ്ററിലായി ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ, എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും ജനങ്ങൾ ഒരുപാട് വരുന്ന സമയമായിരിക്കും വിൻ്റർ. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് കൂടുതലും യൂറോപ്യൻസ് മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഇത് നമ്മളിപ്പോൾ ബീച്ച് സൈഡിലേക്ക് കടന്നു. ബീച്ച് സൈഡ് ആ ഒരു ഏരിയയിലേക്ക് വന്ന് നമ്മൾ ഹോട്ടലിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ളൊരു വ്യൂ എന്ന് തന്നെ പറയാം. അതിൽ ബോട്ടിൽ ആൾക്കാർ പോകുന്നത് കാണാം. അങ്ങനെ ഇതാണ് ലേക്ക് പോലത്തെ ഒരു ഏരിയ. പിന്നെ അപ്പുറത്ത് ബീച്ച്, പിന്നെ അതിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ചെറിയ കഫേകൾ, ഹോട്ടൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി എങ്ങനെ അവിടേക്ക് നമുക്ക് സിമ്പിളായിട്ട് എത്തിച്ചേരാം എന്നുള്ളത് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ മീന അൽസലാം ഹോട്ടലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ ബീച്ചിനോട് ചേർന്നിട്ട് ഷിമ്മേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഷിമ്മേഴ്സിൽ നമ്മൾ ഒരു ടേബിൾ ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീച്ച് ഏരിയ ആക്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഷിമ്മേഴ്സിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഷിമ്മേഴ്സ് റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് ബീച്ചിനോട് ചേർന്നിട്ടാണ്.
അപ്പോൾ നമുക്ക് ആ പ്രൈവറ്റ് ഏരിയയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ആക്സസ് ആണത്. ഈ ഷിമേഴ്സിൽ ടേബിൾ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈനിലും പറ്റും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോട്ടലുകളുടെ റിസപ്ഷനിൽ വന്നാലും പറ്റും. പിന്നെ അവിടെ അത്ര എക്സ്പെൻസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്നതിൻ്റെ ഡബിൾ ചാർജ് അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് കയറിപ്പോയ സ്ഥലം അൽ നസീം. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മീന സലാമിൻ്റെ. യു ആർ ഹിയർ, നമ്മളിവിടെയാണ്. മീന സലാം കഴിഞ്ഞ് ഇതിൽ ഇറങ്ങിപ്പോയത്. അത് ഇപ്പോൾ ഡ്രിങ്ക്സ് ആണെങ്കിലും ശരി, എല്ലാ ഐറ്റംസും ഇപ്പോൾ ഒരു 40-50 ദിറംസ് ആ റേഞ്ച്. ഇപ്പോൾ എന്താ പറയുക, ജ്യൂസുകളൊക്കെ അവിടെ 38 ദിറംസിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക്സ് ഞാൻ നോക്കിയപ്പോൾ 50 ദിറംസ് ഇത് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഫുഡ് ഐറ്റംസൊക്കെ ഏകദേശം ഒരു 250, 300, 350, 400 ആ റേഞ്ചിലുള്ള റേറ്റുകളാണ്. അപ്പോൾ പക്ഷേ ആ ബീച്ചിലിരുന്ന് നമുക്ക് ആ ഫുഡ് കഴിക്കാം. പിന്നെ അതുപോലെ എന്താ പറയുക, സൺസെറ്റ് കാണാം, അതുമാതിരി ബുർജ് അൽ അറബ് ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരിക്കാം. അതാണ് ഏറ്റവും അവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അതിന് വേണ്ടതായ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ വളരെ സേഫായിട്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ചെയ്യാം. ലൈഫ് ഗാർഡ്സ് എല്ലാവരും അവിടെ ഉണ്ട്. നമുക്ക് സമാധാനത്തോട് കൂടിയിട്ട് അവിടുത്തെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ നമുക്ക് ചെയ്യാം. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റാണ്. ഇത് ദുബായിലെ ഏറ്റവും വലിയ റൊമാൻറ്റിക് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ബുർജ് അൽ അറബ് ഹോട്ടലാണ് നമ്മുടെ വ്യൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജുമൈറ അൽ ഖസർ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലാണ്, മീൻസ് അവരുടെ ബീച്ച് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവുക, ആ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. വളരെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഒരു കാഴ്ചകളുടെ ഒരു പറുദീസ തന്നെ അവിടെ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.